തമിഴ്നാട്ടിൽ നാടകീയ നീക്കങ്ങൾ നടക്കുന്നു. വിജയ് സർക്കാരിനെ താഴെയിറക്കാൻ ചില നിർണായക നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയുമാണ് ഇപ്പോൾ. അതിനിടയിൽ കടുത്ത ആരോപണവുമായി ടി.വി.കെ രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാരിനെ വീഴ്ത്താനുള്ള DMKയുടെ നീക്കം രഹസ്യാന്വേഷണ വിഭാഗം തകർത്തെന്നാണ് ടി.വി.കെ നേതാക്കൾ അവകാശപ്പെട്ടത്. 35 കോടി വരെ MLA-മാർക്ക് വാഗ്ദാനം ചെയ്തു ആയിരുന്നു നീക്കം നടന്നതെന്ന് മന്ത്രി നിർമ്മൽ കുമാർ വിവരിച്ചു. ടി.വി.കെ MLA-മാരെ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കുന്നതിനായി 35 കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്തു. വാഗ്ദാനത്തിൽ വീഴാത്തവരെ ഭീഷണിപ്പെടുത്തിയതായും ടി.വി.കെ നേതാക്കൾ വിവരിച്ചു. ആകെ 15 ടി.വി.കെ MLA-മാരെ ലക്ഷ്യമിട്ടായിരുന്നു അട്ടിമറി നീക്കം. ഇതിൽ 12 MLA-മാരെ പ്രതികൾ പലപ്പോഴായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിൽ അതിനാടകീയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇന്നുണ്ടായത്. ടി.വി.കെ MLA-ക്ക് കോഴ വാഗ്ദാനം ചെയ്തെന്ന പരാതിയിൽ പ്രമുഖ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും IPDS സ്ഥാപകനുമായ സി തിരുനാവാക്കരസ് DMK നേതാവ് സെന്തിൽ ബാലാജിയുടെ 2 വിശ്വസ്തർ എന്നിവരാണ് പിടിയിലായത്. കൃഷ്ണഗിരിയിലെ ടി.വി.കെ MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അസാധാരണ നടപടി. ട്രിപ്പിക്കൻ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ചെന്നൈ പോലീസ് അറസ്റ്റ് വിവരം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിടുകയുമായിരുന്നു. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പിന്തുണയ്ക്കാനായി 35 കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്ത് തിരുനാവൂക്കരസ് ഫോൺ ചെയ്തെന്ന കൃഷ്ണഗിരിയിലെ ടി.വി.കെ MLA AN ഇളയരാജയുടെ പരാതിയാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. വിജയ് സർക്കാരിനെ വീഴ്ത്താൻ സെന്തിൽ ബാലാജിയുടെ നേതൃത്വത്തിൽ DMK നീക്കം നടത്തിയതായും പോലീസ് വാർത്താക്കുറിപ്പിറക്കി. അതിനിടെ വിജയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട DMK ഗവർണറെ സമീപിച്ചതിനും ഇന്ന് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചു. അധികാരം നിലനിർത്താനായി വിജയ് കുതിരക്കച്ചവടത്തിന് ശ്രമിച്ചതായി RS ഭാരതി ആരോപിച്ചു. ഇക്കാര്യത്തിൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് DMK ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈക്കോയുടെ വെളിപ്പെടുത്തൽ തെളിവായി എടുക്കണമെന്നാണ് DMKയുടെ ആവശ്യം. 2 MLA-മാർ രാജിവെക്കണമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാമെന്നും വൈക്കോ MDMK യോഗത്തിൽ പറയുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഇതാണ് DMK ആയുധമാക്കിയിരിക്കുന്നത്.